നമ്മൾ മരിക്കുന്നത് എപ്പോഴാണെന്നറിയോ? നമ്മളെ ശ്വാസം നിലയ്ക്കുമ്പോഴല്ല. നമ്മൾ മരിക്കുന്നത് നമ്മൾ ശ്വാസം നിലച്ച് മരിക്കുമ്പോഴല്ല. ഭർത്താക്കന്മാരോടാ ഞാൻ പറയുന്നത്. നമ്മൾ മരിക്കുന്നത് നമ്മൾ ജീവിച്ചിരിക്കാൻ നമ്മളെ പെണ്ണുങ്ങൾ മരിച്ചു പോകുമ്പോഴാണ്. നമ്മൾ ജീവിച്ചിരിക്കാൻ നമ്മളെ പെണ്ണ് നമ്മളെ കൂടല്ലാണ്ടിക്കല. ഒരു ഭർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, അദ്ദേഹം പറഞ്ഞൊരു അനുഭവത്തിന്റെ കഥ. അദ്ദേഹം ജീവിച്ചിരിക്കെ മരണപ്പെട്ടു. അദ്ദേഹം പറയാണ്, ഞങ്ങൾ ഒരുപാട് കൊല്ലം ഒരുമിച്ച് ജീവിച്ചതുകൊണ്ടാവാം അവള് മരിച്ചത് വലിയ സങ്കടമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവളുടെ മയ്യത്തിന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഒരാഴ്ച വീട്ടിൽ കുടുംബക്കാരൊക്കെ നിറഞ്ഞു നിന്നു, എല്ലാരും പോയി. അവസാനം 1-2 മാസം കഴിഞ്ഞു, അല്ലെങ്കിൽ 1-2 ആഴ്ച കഴിഞ്ഞൊരു ദിവസം ഞാൻ രാത്രി കിടക്കുമ്പോ എനിക്ക് വല്ലാത്തൊരു നെഞ്ചരിച്ചിൽ. ഞാൻ ആ നെഞ്ചിങ്ങനെ തടവിയിട്ട് പറഞ്ഞു, ആമിനോ ലേശം വെള്ളം വേണ്ടിയിരുന്നു. 3 തവണ ഞാൻ വിളിച്ചു, ആമിന. പക്ഷെ തൊട്ടടുത്ത് ഞാൻ പരതി നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മരിച്ചത് ആമിനയല്ല, ഞാനാണ്. കാരണം എനിക്ക് വെള്ളം തരാൻ ആമിന അവിടെ ഇല്ല. അവസാനം എങ്ങനെയൊക്കെയോ ഞാൻ പിടിച്ച് ആ ഇരുട്ടത്ത് ഞാൻ ഡൈനിങ് ഹാളിൽ ചെന്നു. കാരണം എന്റെ ആമിനാക്കൊരു സ്വഭാവമുണ്ട്, എന്നും കുറച്ച് കൂജയിൽ വെള്ളം എടുത്തേക്കും. രാത്രി ഒരു കുഴക്ക് വന്നാ പോയി കുടിക്കാൻ. ഞാൻ ആ കൂജ എടുത്തു നോക്കുമ്പം അതിലൊരു തുള്ളി വെള്ളമല്ല. എനിക്ക് മനസ്സിലായി മരിച്ചത് ആമിനയല്ല, ഞാനാ. മരിച്ചത് ആമിനയല്ല, ഞാനാന്ന് എനിക്ക് മനസ്സിലായി. അവസാനം മോന്റെ വാതിലിൽ ഞാൻ മുട്ടി. പല തവണ ഞാൻ മുട്ടിയപ്പം അവസാനം വാതിൽ തുറന്ന് മുടി വാരി കെട്ടുന്ന ആ പെണ്ണും എന്റെ മോനും പറഞ്ഞു, വയസ്സാം കാലത്ത് വാപ്പക്ക് ഉറക്കമില്ലേ. തിരിച്ച് നെഞ്ചും തിരുമ്മി ബെഡിൽ വന്നിരിക്കുമ്പോ എനിക്ക് മനസ്സിലായി മരിച്ചത് ആമിനയല്ല, മരിച്ചത് ഞാനായിരുന്നു. ജീവിച്ചിരിക്കുമ്പോ ചിന്തിച്ചു നോക്കി മനുഷ്യരെ, ജീവിച്ചിരിക്കുമ്പോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളെ പവറും പത്രാസും കൂടെ കിടക്കുന്ന പെണ്ണിന്റെ ഒരു ബല. അവള് നമ്മളെ കൂടണ്ട് എന്നുള്ളതാ. എന്തു ബേജാറുണ്ടെങ്കിലും ആരോട് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും ചില വാപ്പാരും ഉമ്മാനോട് പറയും, അല്ലേ ഓൻ അങ്ങനെ പറഞ്ഞാന്ന്. ഉമ്മ അറിയാൻ സാരല്ലേ, നമ്മൾ ഇതൊക്കെ എത്ര കണ്ടതാ. ചെറുപ്പത്തിൽ ഓൻ നിങ്ങളെ വാശി പിടിച്ചതും നിങ്ങളെ പോടാന്ന് വിളിച്ചൊക്കെ നിങ്ങൾക്ക് ഓർമ്മല്ലേ? നാ പിന്നെ നിങ്ങൾ ഉണ്ടല്ല. ആ ബലം നഷ്ടപ്പെടുന്ന ഒരു കാലം, ജീവിതത്തിന്റെ ദാമ്പത്യത്തിന്റെ മനോഹാരിത മരിക്കുന്നവരെ കൊണ്ടടക്കുന്ന അള്ളാന്റെ ഹബീബ് പറഞ്ഞു. മരിക്കുന്നവരെ. കേരളത്തിലെ മുഖ്യധാര പത്രത്തില് ഒരു വാർത്ത ഉണ്ടായിരുന്നു മാസങ്ങൾക്ക് മുൻപ്. വാർദ്ധക്യത്തിലെത്തിയ കമിതാക്കൾ ഒളിച്ചോടി, ഭാര്യ ഭർത്താക്കന്മാര്. പത്രക്കാരത് ആഘോഷിച്ച് കഥയാക്കിയപ്പം അതിനെപ്പറ്റി അന്വേഷിച്ച ചില ആളുകൾ പറഞ്ഞു, വിഷയം എന്താ? ഒരു ഉമ്മാക്കും വാപ്പാക്കും 4 മക്കളാ. 4 മക്കളും കൂടി ഉമ്മയും വാപ്പനെയും നോക്കാനില്ലാണ്ടായി. അവസാനം നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ പ്രശ്നമാക്കിയപ്പോ 4 മക്കളും നാട്ടിൽ വന്നൊരു തീരുമാനം എടുത്തു. വാപ്പനെ മൂത്തവും കൊണ്ടുപോകും, ഉമ്മനെ ഇളയോനും കൊണ്ടുപോകും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിൽക്കട്ടെ, 2 പുരയിൽ 2 ആളെയും കൂടി നടക്കൂല. വാപ്പനെ കൊണ്ടുപോയ മൂത്താൻ വീട്ടിലാക്കി, ഉമ്മനെ കൊണ്ടുപോയവനും വീട്ടിലാക്കി. ഒരു രാത്രി ആ 2 പേർക്ക് ഉറക്കം വന്നില്ല. പിറ്റേന്ന് നേരം വെളുക്കുമ്പോഴേക്കും വാപ്പ കിട്ടാവുന്നതും എടുത്തിട്ട് മോന്റെ വീട്ടിൽ ചെന്ന് ഓനറിയാതെ സുബഹിക്ക് ഉമ്മനെയും കൂട്ടിയിട്ട് നാടുവിടുക. വാപ്പന്റെ വയസ്സ് 83, ഉമ്മന്റെ വയസ്സ് 78. മരിക്കുന്നത് വരെ പ്രണയിക്കണം ഭാര്യ ഭർത്താക്കന്മാരും. കാരണം ലോകത്ത് എനിക്ക് പടച്ചോൻ ഏൽപ്പിച്ചു തന്ന രക്തബന്ധങ്ങൾ പലതിനും വേണ്ടി വേദന സഹിച്ചത് എന്റെ ഭാര്യ. ഇപ്പോഴും ഞാൻ ധൈര്യത്തോടെ നിൽക്കുന്നത് പോലും അവളുടെ നാവിന്റെ ദിക്റുകളുടെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ്. എന്റെ കുടുംബം നോക്കാൻ വേണ്ടി അവൾ സഹിക്കുന്ന ത്യാഗം. നേരം വെളി തച്ചിലിട്ട യന്ത്രത്തെ പോലെ പണി ചെയ്യുന്ന, ഞാനിത് പറയുമ്പോ ചില ആണുങ്ങൾക്കൊക്കെ ഒരു ഇതുണ്ടാവും, ദേഷ്യം ഉണ്ടാവും. എന്നാലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. രാത്രി അല്ലെങ്കിൽ രാവിലെ സുബഹിക്ക് എഴുന്നേറ്റ് രാത്രി നമ്മൾ കിടന്നുറങ്ങിയാലും കിടന്നുറങ്ങാൻ റൂമിലേക്ക് എത്താത്തൊരു ഭാര്യന്റെ തിരക്ക്. ഒരു രാത്രി അടുക്കളയിലുള്ളത് കഴുകാൻ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു നോക്കട്ടെ. അതോടെ മനസ്സിലാകും എത്രത്തോളം ദുരിതം ഒരു പെണ്ണനുഭവിക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ അവൾക്കൊരു സന്തോഷം കിട്ടുന്നത് കൂലി കൊടുത്തിട്ടല്ല, ഒരു നല്ല വാക്ക് പറയുമ്പോഴാണ്. പല ഭാര്യമാരെയും പരാതി എന്താ? ഒന്നും വേണ്ട അതിന് ഉസ്താദേ, ഒരു പരിഗണന കിട്ടിയാൽ മതിയായിരുന്നു. ഒന്നുമില്ല, ഞാൻ പറയുന്ന ഒന്ന് കേട്ടാ മതിയായിരുന്നു. ഓള് പറയും എനിക്ക് കഷ്ടപ്പാടാണ്, ഇങ്ങനെ പണിയുണ്ട്, നിങ്ങളെന്താ മനസ്സിലാക്കാത്തത്? അയാൾ തിരിച്ചു പറയും എനക്ക് മാത്രമേ പണിയുള്ളൂ, എനിക്ക് പണിയില്ലേ. അതോടുകൂടി കേൾക്കുന്ന പെണ്ണിന്റെ മനസ്സ് മുറിയാ. എന്നാ അതേ സ്ഥാനത്ത് സാരല്ലടി, എന്നെ കൊണ്ടാവുന്നത് പോലെ ഞാനും ഉണ്ട് എന്റെ കൂടെ നീ കരുതിയാ മതി. ഒരു കുടുംബം നമ്മളില്ലെങ്കിൽ ഓള് കൊണ്ടുനടക്കും. അതുകൊണ്ട് 6 കൊല്ലം മാത്രം ഭർത്താവിന്റെ കൂടെ ജീവിച്ചൊരു പെണ്ണ്, ഭർത്താവ് ഖത്തറിൽ കിടന്ന് മരിച്ചുപോയി. മയ്യത്ത് പോലും ആ ഭാര്യ കണ്ടിട്ടില്ല. 24 കൊല്ലം മുൻപ് ഒന്നുമില്ലാത്ത ആ കുടുംബത്തെ പറക്കമുറ്റാത്ത 3 മക്കളെയും കൂട്ടിയിട്ട് ആ ഉമ്മ ജീവിക്കാൻ തുടങ്ങി. 3ാമത്തെ മോളെയും കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുൻപ് കെട്ടിച്ചു വിട്ടപ്പം നാട്ടുകാർ ചോദിച്ചു, ലൈക എനക്കെവിടുന്ന് കിട്ടി ഇത്രക്ക് ധൈര്യം?
ആ പെണ്ണ് പറഞ്ഞു, 6 കൊല്ലം എന്റെ കൂടെ എന്റെ കാക്ക ജീവിച്ചിട്ടില്ലെങ്കിലും 600 കൊല്ലത്തെ സ്നേഹം ആ മനുഷ്യൻ എനിക്ക് തന്നിട്ടുണ്ട്.